ഇതെന്താ ഇപ്പോൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് അടുക്കളയിൽ ഒരു അഭ്യാസം എന്ന് വിചാരിക്കേണ്ട. നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അച്ഛനും അമ്മേനെയും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ ഒക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ണൻകുട്ടിക്ക് കൊടുക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സമയമൊക്കെ പോകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുടിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന വശം ഞാൻ വേഗം ചായയൊക്കെ ചൂടാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനും അതുപോലെ തന്നെ കണ്ണൻകുട്ടിക്ക് കൊടുക്കണമല്ലോ, അവന് വിശന്ന് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ എന്തോ ലൈറ്റായിട്ട് കൊടുത്ത് ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മരുന്ന് നമുക്ക് അങ്ങനെ സമയം തെറ്റി കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തോ ചെറുതായിട്ട് കൊടുത്തിട്ട് ഞാൻ അവന് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുടെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ അടിച്ചൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചായയും വട്ടയപ്പം ഉണ്ണിയപ്പം ഒക്കെ ആയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അതൊക്കെ എടുത്തും കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ആരോ വന്നെന്ന് വർത്താനം പറയുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ സംസാരിച്ചും കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ വട്ടയപ്പം നമ്മൾ വാങ്ങിയതാണ്, ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ്. പക്ഷേ എന്തോ വട്ടയപ്പം അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ആരും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്കാണെങ്കിലും വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വട്ടയപ്പം അത്ര സുഖമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ണിയപ്പമാണ് ചിലവായത്, വട്ടയപ്പം മുഴുവൻ ബാക്കി വരികയാണ് ചെയ്തത്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഞാൻ അങ്ങനെ കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജാനിക്കുട്ടിയൊക്കെ ഇങ്ങനെ ചുറ്റിനും കിടന്ന് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറച്ച് നേരം വീട്ടിലിരുന്നപ്പോഴേക്കും അവിടെ ചെറിയ കൊട്ടും കാവടിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ചില സെറ്റുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ വന്ന് കാണൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 വർഷത്തിൽ മേലേക്ക് ആയിട്ടുണ്ട് നമ്മൾ തുമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ട്. പക്ഷേ നമ്മളവിടെ നമ്മളുടെ ആ ഒരു സെൻറ്ററിൽ നിന്നിട്ടാണ് കൂടുതലും കാണാറുള്ളത്. അമ്പലത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബലൂണൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വേഗം വീട്ടിലേക്ക് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര പൊടിയും ഭയങ്കര വെയിലുമായിരുന്നു. അപ്പോൾ ഒന്നാമത് എന്നും വയ്യായികളാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ വയ്യായികൾ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനിയും കല്ലും ഒക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. രണ്ടാളെന്തേ ഇരട്ട കുട്ടികളുടെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഹാപ്പി ആണല്ലോ, ഞങ്ങൾക്ക് ബലൂൺ കിട്ടിയല്ലോ. ബലൂൺ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് വീട്ടിൽ. ഓരോരുത്തരായിട്ടൊക്കെ ബലൂൺ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ കയ്യിൽ കിടക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആളത് കയ്യിൽ കെട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആളുടെ ലോകത്തിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ച് കിടക്കുകയാണ് കേട്ടോ.